ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ആനപ്പുറം വ്ളോഗാണ്. കൊല്ലങ്കോട് പുഴക്കൽത്തറ വിളക്കിന് വന്നപ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. ആദ്യം തന്നെ തടമ്പിൽ മാല കെട്ടുകയാണ്. രാവിലെ വന്നപ്പോൾ തന്നെ തുളസിയും ജമന്തിയും ചേർത്ത മാല തന്നു. അതപ്പോൾ തടമ്പിൽ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തടമ്പിൽ മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മെയിനായിട്ടായ രമേശേട്ടൻ വന്നത്. രമേശേട്ടനാണ് ഇന്ന് സെൻട്രൽ ആനയിൽ കയറാൻ പോണത്. ഇന്ന് 5 ആനയുടെ പരിപാടിയാണ്. 5 ആനകളും ചമയം കെട്ടാൻ വേണ്ടി വന്നു. അപ്പോൾ ആനകൾക്കൊക്കെ ചമയങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. ഇന്ന് പാമ്പാടി രാജനാനയാണ് തടമ്പാന. പാമ്പാടി ആന തടമ്പെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. കേരളത്തിലെ തനതായ ഉത്സവങ്ങളും പൂരങ്ങളും അത് ആസ്വദിക്കേണ്ട ഒരു പ്രത്യേക നിമിഷങ്ങളാണ്. ഞങ്ങളുടെ ആനപ്പുറം പരിപാടികളൊക്കെ എടുക്കുന്നത് ജ്യോതിഷേട്ടനാണ് ഈ 5 ആന പരിപാടി ഇന്ന് എടുത്തിരിക്കുന്നത്. ആനപ്പുറത്ത് പഞ്ചവാദ്യ ആയാലും മേളമായാലും താളവട്ടം അനുസരിച്ചിട്ടാണ് വെഞ്ചാമരം വീശുക. വെഞ്ചാമരം വീശുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിന് പുറകിലായി ആലവട്ടവും, അതിന് മുമ്പിലായി കുടയും, അതിന് മുമ്പിൽ ഒരു തിടമ്പും. രാവിലത്തെ ശീവേലി കഴിഞ്ഞത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നു. ഇപ്പോൾ ഭക്ഷണം ഓട്ടോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം മേലെ പോയിട്ട് റെഡിയായിട്ട് വരാമെന്ന് വിചാരിച്ചു. സദ്യയാണിന്ന്. അപ്പോൾ ചോറ്, പപ്പടം, സാമ്പാർ, അവിയൽ, മോര് എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കണ്ടതും ഗൗതത്തിന് ഹാപ്പിയായി. ഞങ്ങളപ്പോൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ടൊന്ന് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഉച്ചയ്ക്കാണ് ശീവേലി. അപ്പോൾ 3 മണിയായപ്പോൾ എണീറ്റു. അപ്പോഴേക്കും ഗൗതം എണീറ്റ് ഇനിയിപ്പോൾ കുളിക്കാൻ പോകാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. 4 മണിയാകുമ്പോഴേക്കും ആന തലയ്ക്കെട്ട് കിട്ടും. അപ്പോൾ നേരെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അടുത്തൊരു കുളത്തിൽ പോയി. നല്ല വെള്ളം, നല്ല തണുപ്പും ഉണ്ട്. ഞാനപ്പോൾ ഒന്ന് നീന്തി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ എടുത്ത് ചാടി കുറച്ച് ദൂരം നീന്തി. നല്ല തണുത്ത വെള്ളം. കൊല്ലങ്കോട് പുഴക്കൽത്തറയിലാണ് ഈ കുളമുള്ളത്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ പോയി. വെയിലായതുകൊണ്ട് ഇന്നിപ്പോൾ പരിപാടി ഒരു 4:30-5 മണിക്കൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അമ്പലത്തിൽ തകിലുകൂട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രമേശേട്ടൻ തകിലുകൂട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും ആന വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആന വന്നു. എനിക്ക് വലംകുട്ട ആനയാണ്. തിരുവാണിക്കാവ് രാജഗോപാലനിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സെൻട്രൽ ആനയുടെയും എൻ്റെ ആനയുടെയും കുട തന്നു. ഞാൻ രണ്ടും പിടിച്ചിട്ടിരിക്കണം. കാരണം നല്ല വലിയ പൂമാലയാണ് വൈകുന്നേരം കെട്ടിയിരിക്കുന്നത്. ഇനി 5 ആനയും കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പ ക്ഷേത്രം വരെ പോകും. എന്നിട്ട് തിരിച്ചു വരും.